ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിലെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോമാണ്. ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഫീൽഡുകൾ ഫില്ല് ചെയ്യേണ്ടി വരും. നെയിം, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഇതൊന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫീൽഡുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് നോക്കാം. ഒരു എക്സാമ്പിളിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇന്നത്തെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇത്ര ഫീൽഡ് മതി. സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ഫീൽഡ്. ഇത് കൂടുതലും നമുക്ക് ഡേറ്റ് ഡേറ്റ് എടുക്കാം, സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് വെക്കാം, അങ്ങനെ എന്താ പറയുക മെയിൽ ഓർ ഫീമെയിൽ ചൂസ് ചെയ്യാൻ വേണ്ടി റേഡിയോ ബട്ടൺ വെക്കാം, ചെക്ക് ബോക്സ് വെക്കാം, അങ്ങനെ കുറേ ഫീൽഡുകളുണ്ട്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് CSS-ലായിരിക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം HTML ചെന്നു. ഇനി നമ്മൾ പറയുവാണ്, നമ്മുടെ പേജിനോട് പറയുവാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മളൊരു ഫോം എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് എഴുതുന്നതല്ല HTML കൺസിഡർ ചെയ്യുന്ന ഒരു ഫോമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന ഒരു ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഫീൽഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം. ഇതിനുവേണ്ടി പറയണം ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഇൻപുട്ട്. ഓക്കെ. ഇൻപുട്ടിൽ ക്ലോസ് ടാഗ് ഇല്ല, ഇൻപുട്ട് എന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് പല ടൈപ്പ് ഇൻപുട്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർ ആയിരിക്കും വരിക, പക്ഷെ നമ്മൾ നെയിം എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിം തന്നെയായിരിക്കും വരിക. നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഇൻപുട്ടിന് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റുകൾ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കണം പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആളുകൾക്ക് അവിടെ കാണാൻ വേണ്ടി ഞാൻ പറയാണ് എൻ്റർ യുവർ ഫസ്റ്റ് നെയിം. ഞാൻ സേവ് ചെയ്യുവാണ്. സേവ് ചെയ്തിട്ട് ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ കണ്ടോ, എൻ്റർ യുവർ ഫസ്റ്റ് നെയിം. അതെവിടെയാണ് വന്ന് എൻ്റർ യുവർ ഫസ്റ്റ് നെയിം എന്നുള്ളത് കണ്ട. ഇവിടെ നമ്മൾ ഈ പ്ലേസ് ഹോൾഡറിൽ എഴുതിയ സാധനമായിരിക്കും അവിടെ ഫസ്റ്റ് നെയിം ആയിട്ട് വരിക. ഈ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതുവാണ് ടെക്കിയില്ലാന്ന് എഴുതി. കണ്ട, എനിക്കിവിടെ എഴുതാൻ പറ്റി. ഇത് ഞാൻ ഇൻപുട്ട് ടൈപ്പിന് വരെ ഇത് പാസ്വേഡ് ആയിരുന്നു നോക്കാം. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്. അപ്പം ആ ടൈപ്പാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് കാറ്റഗറിയിലുള്ള സാധനമാണ് വരേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ എന്ത് ടൈപ്പ് ചെയ്താലും പാസ്വേഡ് ഫോർമാറ്റിൽ ഈ സാധനം വരുള്ളൂ. മനസ്സിലായോ? ഇനി ഇതിനകത്ത് നമ്പർ ഉണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട, നമ്പേഴ്സ് ടൈപ്പ്, വേറെ ഒരു വാല്യൂസും എടുക്കത്തില്ല. പിന്നെ ഇൻപുട്ട് ടെക്സ്റ്റ് ഫീൽഡ് എടുത്താൽ അതിൻ്റെ അത് നമ്പർ എടുക്കും കേട്ടോ. ഇപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണെങ്കിൽ അതിനകത്ത് നമ്പരും എടുക്കും. എനിക്ക് നമ്പർ ടൈപ്പ് ഇതെല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുള്ള കുറച്ച് ഫീൽഡുകൾ നോക്കാം. ഇൻപുട്ട് ടൈപ്പ്, എൻ്റർ യുവർ നെയിം കൊടുത്തു. ഇനി ഇതിന് ഇപ്പം നോക്കിക്കേ, ഇത് കണ്ടു കഴിയുമ്പോൾ ഇതിനൊരു ഹെഡിങ് കൊടുക്കണമെന്നല്ല അല്ലേ? ആ ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ എഴുതണം ലേബൽ എന്ന് പറയുന്നൊരു ടാഗുണ്ട്. സ്മോൾ ലെറ്ററിൽ എഴുതുക ലേബൽ ഓപ്പൺ കൊടുത്തു, ക്ലോസ് കൊടുത്തു. ആയിട്ട് ഈ ലേബലിൻ്റെ അകത്ത് എഴുതുവാണ്. ഞാൻ പറയുകയാണ് യുവർ നെയിം. ഓക്കെ. എൻ്റർ യുവർ ഫസ്റ്റ് നെയിം, ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീൽഡ് ഞാൻ പറയുവാണ് എനിക്ക് ഇമെയിൽ വേണം. ഇമെയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എഴുതുക. ഇൻപുട്ട് ടൈപ്പ് എന്തായിരിക്കണം, ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇൻപുട്ട് ടൈപ്പ് എന്തായിരിക്കണം, ഇമെയിൽ ആയിരിക്കണം. ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ ആയിരിക്കണം. പ്ലേസ് ഹോൾഡർ ഞാൻ പറയുവാണ് പ്ലീസ് എൻ്റർ ഇമെയിൽ. അതിനുശേഷം ഇതുണ്ടോ, ഒരു ഇമെയിൽ ഫീൽഡ് വന്നു. പക്ഷെ നോക്കിയുള്ള ഇത് ശരിക്കും ഇനി എത്ര ടൈപ്പ് ചെയ്താലും ഇത് ഓരോന്നും നിരയായിട്ടേ ഇങ്ങനെ വരുള്ളൂ. അപ്പം അങ്ങനത്തെ ആ ഒരു പ്രോബ്ലം ഇപ്പോൾ നമുക്ക് CSS വെച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പം അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ടാഗ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞൊരു ബ്രേക്ക് ടാഗ്, അതിന് ക്ലോസ് ടാഗ് ഇല്ല. എവിടെയാണ് എനിക്ക് ഈ ഫസ്റ്റ് നെയിം ഈ നെയിം എൻ്റർ ചെയ്തതിന് ശേഷമാണ്, നെയിമിൻ്റെ ടാഗിന് ശേഷമാണ് എനിക്കൊരു ബ്രേക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇനി ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തു. ഇപ്പം നോക്കിയേ, നെക്സ്റ്റ് ലൈനായി. അപ്പോൾ നമുക്ക് ഇതിനൊരു ലേബൽ കൊടുക്കാം. ഞാൻ തൽക്കാലം ലേബൽ കോപ്പി ചെയ്തു, ബ്രേക്കിന് താഴെ ഇട്ടു,
യുവർ ഇമെയിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ജെൻഡർ. അതായത് ഇപ്പോൾ HTML കൺസിഡർ ചെയ്യുന്നത് ഈ ഫോമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയേണ്ട ഒരു ഫോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ജെൻഡറാണ്. ജെൻഡർ എഴുതാൻ ഇതേപോലെ തന്നെ ഒരു ലേബിൾ കൊടുക്കാം. ഒരു ബ്രേക്ക് വേണം. ജെൻഡർ എന്ന് കൊടുത്തു. ഈ ജെൻഡറിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻപുട്ട് ടൈപ്പ് സെയിം, ഇൻപുട്ട് ടൈപ്പ് എന്തായിരിക്കും? റേഡിയോ ആണ് ഇതിൻ്റെ പേര്. റേഡിയോ കൊടുക്കാം. റേഡിയോ കൊടുത്തിട്ട് ഫീമെയിൽ. ഞാൻ പറയുവാണ് ഒരു ബ്രേക്ക് ടാഗ് കൂടെ കൊടുക്കാം. മെയിൽ. ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കൂടെ വേണം. ഓക്കെ, ജെൻഡർ മെയിൽ ഫീമെയിൽ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് രണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ പറയണം. എന്താ വെച്ചാൽ നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. നെയിമിൻ്റെ അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും പേര് കൊടുക്കുകയാണ്. ഞാൻ ജെൻഡർ എന്ന് കൊടുത്തു. ജെൻഡർ ഈ സെയിം ഫീൽഡ് തന്നെയായിരിക്കണം ഇവിടെ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരേ വാല്യൂ, ഇതിപ്പോൾ ജെൻഡർ തന്നെ കൊടുക്കണമെന്നില്ല, എന്നോ ബിന്നോ എന്തുകൊണ്ടും കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേതിലും ഒന്നേ എനിക്ക് ഒരേ സമയം സെലക്ട് ആവുള്ളൂ. കണ്ടോ? അതായത് ഈ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കണം. ഇത് രണ്ടായിരുന്നു. ഇപ്പൊ ജെൻഡർ 1 എന്നായിരുന്നുവെങ്കിൽ എനിക്ക് രണ്ട് ഫീൽഡ് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇപ്പൊ ജെൻഡർ അല്ലെങ്കിൽ ഞാനിപ്പോ എ എന്നാക്കി. രണ്ട് വാല്യൂ എ ആണ്. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ള സമയത്ത്. മനസ്സിലായോ? ഇനിയിപ്പോ ഇത് കൂടാതെ വേറൊരു കാറ്റഗറിയുടെ കൂടെ ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ജെൻഡർ 3 ഉണ്ടല്ലോ. ഇപ്പൊ 3 കൊണ്ട് ഈ 3 ഏതെല്ലാം ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് കോമൺ വാല്യൂ ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കുള്ളത് ചെക്ക് ബോക്സ് ആണ്. അപ്പൊ ഞാനിവിടെ ഒരു ബ്രേക്ക് ആഡ് ചെയ്യാം. ബ്രേക്ക് ആഡ് ചെയ്യാണ്. ബ്രേക്ക് ആഡ് ചെയ്ത ശേഷം ഞാൻ പറയുവാണ് ചെക്ക് ബോക്സ്. ഇപ്പം അതിന് മുമ്പ് ഒരു ലേബൽ കൊടുക്കാം നമുക്ക്. ലേബൽ കൊടുത്തു. ലേബൽ കൊടുത്ത ശേഷം ഞാൻ ലേബൽ പറയുവാണ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഇനി പറയണേ ഇൻപുട്ട് ടൈപ്പ് ഇൻപുട്ട് ടൈപ്പ് എന്താണ്? ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇത് കൊടുത്തിട്ട് ഞാൻ പറയാണ് ഐ ഹാവ് എ ലാപ്ടോപ്പ്. ഒരു ബ്രേക്ക് കൂടെ കൊടുത്തേക്കാം. നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുവാണ് I have desktop. കണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ കൂടെ ഒരു ബ്രേക്കും കൂടെ കൊടുക്കാം. ഇനിയുള്ളത് നമുക്ക് ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ഫീൽഡുകൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനിടയ്ക്ക് സെലക്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അതിനു മുമ്പ് ഞാനിവിടെ ലേബൽ കൊടുക്കുകയാണ്. എന്താ കൊടുക്കുക? എച്ച്. ഇവിടെ ഒരു ബ്രേക്ക് കൂടെ ഇട്ടേക്കാം. ഈ സെലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെലക്ട്. നമ്മള് ചില സമയത്ത് ഫോമൊക്കെ ഫിൽ ചെയ്യുന്ന സമയത്ത് കൺട്രി ചൂസ് ചെയ്യുന്ന കാണത്തില്ല. കൺട്രി ഇന്ത്യ, നേപ്പാൾ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങൾ വരും. അമേരിക്ക, അങ്ങനെ കുറെ രാജ്യങ്ങൾ വരുമല്ലോ.
ആ രാജ്യങ്ങൾ എങ്ങനെയാണ് ആ സാധനം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് ആ ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുന്നത്. സെലക്ട് എന്ന ടാഗ് ഉണ്ട്, സെലക്ടിന് ഓപ്പൺ ക്ലോസും ഉണ്ട്. സെലക്ടിന് ശേഷം നമ്മൾ എഴുതണം, ഇതിന്റെ വീണ്ടും ഒരു ടാഗ് ഉണ്ട്, ഓപ്ഷൻ. ഓപ്ഷന് ക്ലോസിന്റെ ആവുന്നുണ്ട്. ഓപ്ഷൻ്റെ അകത്ത് ഞാൻ പറയുവാണ്, പേജ് കൊടുത്തു 0 to 20. അടുത്ത ഓപ്ഷൻ 20 to 40 ആണ്. 40 to 60. നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കാണാൻ കണ്ടോ? പേജ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. ഇത് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ലേബൽ കൊടുക്കുക. തൽക്കാലം കൊടുക്കാം. മെസ്സേജ് എന്ന് കൊടുക്കും. ഇവിടെ ഒരു ബ്രേക്ക് വേണം നമുക്ക്. ബ്രേക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനോട്ട് വരുള്ളൂ. അതിനോട് ഞാൻ കൊടുക്കാം ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ കൊടുക്കുക. ടെക്സ്റ്റ് ഏരിയക്ക് ക്ലോസ് ടാഗ് ഉണ്ട്, ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ഏരിയക്ക് ക്ലോസ് ടാഗ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ഏരിയ കൊടുത്തിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ കാണാൻ കണ്ടോ ഒരു ടെക്സ്റ്റ് ഏരിയ വന്നപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഹായ് വാല്യൂ നമുക്കിങ്ങനെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്തുണ്ട്. ഇത് വലുതാക്കാൻ പറ്റും. പക്ഷെ ഇതിന് വലിപ്പം കുറവാണ് കുറച്ച് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് വലിപ്പം കൂട്ടാൻ പറ്റും. വലിപ്പം കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഏരിയക്കകത്ത് നമുക്ക് കൊടുക്കാം റോസ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്. റോസ് കൊടുത്തിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് ഒരു 10. ഇനി പറയാ കോൾസ് എന്ന് പറയാം കോളംസ്. ഞാൻ പറയുവാണ് ഒരു 80. ഇത് സേവ് ഇട്ട് റൺ ചെയ്തിട്ടുണ്ട്. കാണാം കണ്ടോ? മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം എങ്ങനെ ഈ ഫോം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ വേണം. നമുക്ക് എങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ടൈപ്പ് എഴുതുക. ഇൻപുട്ട് എഴുതിയിട്ട് ഇതിൻ്റെ അകത്ത് ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. വാല്യൂ കൊടുക്കുകയാണ്. വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടന്റെ പേരെന്താണ്? സേവ് മൈ ഇൻഫോ. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് ബട്ടന്റെ പേര് ഇതാണ്. ഇത് സേവ് ഇട്ടുണ്ട് റിസെറ്റ് ചെയ്ത് നോക്കി. അല്ല, സേവ് ഇട്ടുണ്ടെങ്കിൽ സേവ് മൈ ഇൻഫോ എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ഫീൽഡിൽ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതെടുക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എടുക്കും. മനസ്സിലായോ? എന്നിട്ടാണ് ഒന്നെങ്കിൽ ഇത് മെയിലായിട്ട് സെൻഡ് ചെയ്യുമായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുമായിരിക്കും. അങ്ങനത്തെ ഇത് ചെയ്യുന്നത് നമ്മളൊന്നെങ്കിൽ PHP-ലോ അല്ലെങ്കിൽ .NET-ലോ അല്ലെങ്കിൽ ജാവ, പൈത്തൺ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ലാംഗ്വേജിലായിരിക്കും. നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ PHP നോക്കുന്നതായിരിക്കും. PHP വഴി എങ്ങനെയാണ് ഈ സാധനം ഫോം സബ്മിറ്റ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ നോക്കുന്നതായിരിക്കും പിന്നീടുള്ള ക്ലാസ്സുകളിൽ. ഇനി നമുക്ക് ഈ നമ്മൾ ഫില്ല് ചെയ്ത എന്താ പറയണ്ടേ ഡാറ്റയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്പൊ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇത് വേണം, ഒരു ബട്ടൺ വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് കൊടുത്തിട്ട് ഇവിടെ ടൈപ്പ് റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. റീസെറ്റ് കൊടുത്ത് ഞാൻ പറയുവാണ് ക്ലിയർ ഡാറ്റ ഇൻഫോ. കണ്ടോ? ഞാനിവിടെ എന്ത് ടൈപ്പ് ചെയ്തു, എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, ഇവിടെ ഒക്കെ ചൂസ് ചെയ്തു, ക്ലിയർ. കണ്ടോ? എല്ലാം ക്ലിയർ ആയതുണ്ടോ? അപ്പൊ അതിനുവേണ്ടിയാണ് ക്ലിയർ ടാഗ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.